നമസ്കാരം. ലൈഫ് സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാടിൻ്റെ കുറച്ച് കാഴ്ചകൾ, ചുമ്മാ റൈഡാണ്, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വയനാടിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞങ്ങളുള്ളത് വയനാട്ടിൽ, പിന്നെ നമ്മുടെ ചുണ്ടേൽ അടുത്തായിട്ടുള്ള കിൻഫ്ര പാർക്കിൻ്റെ അടുത്തുള്ള ഒരു ദ വാൾനട്ട് കേക്ക്സ് പറഞ്ഞ ഷോപ്പിലാണ്. ഇവിടെ അടിപൊളി കേക്കുകൾ ഐറ്റംസ്, അതുപോലെ പാൽ ബന്ന് ഒക്കെ കിട്ടും. നല്ല കോഫി ചായ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മധുരമായിട്ടുണ്ടാവാം. മധുരമായിട്ടാണ് ഇവിടെ കടി വാങ്ങി പോരടാ. നല്ല കോഫി, അതുപോലെ ഇവിടുത്തെ ഇവിടെ ചായയാണ്, ഇവിടുത്തെ സ്പെഷ്യൽ ചായ, അതുപോലെ ഇവിടുത്തെ സ്പെഷ്യൽ കോഫി, അതുപോലെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടാണിത്. പിന്നെ ബന്ന്, പാൽ ബന്ന് എന്ന് പറയും. അപ്പോൾ നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ്. വയനാട് ചുരം വഴി പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ശാന്തമായൊരു സ്ഥലം. പിന്നെ നമ്മുടെ കിൻഫ്ര പാർക്ക്, വയനാട് കിൻഫ്ര പാർക്കിന് അടുത്തായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യുക, ഈ വഴി വരുന്നവരൊക്കെ. അടിപൊളി കാപ്പി, അതുപോലെ ചായ, പിന്നെ പാൽ ബന്നൊക്കെ ഇവിടെ കിട്ടും. ഇപ്പോൾ പിന്നെ കൽപ്പറ്റ ടൗൺ എത്താനായിട്ടുണ്ട്. നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ മൈസൂർ ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൈസൂർ ഭാഗത്തേക്ക്. അപ്പോൾ ഇപ്പോൾ കൽപ്പറ്റ ടൗൺ എത്തിയിട്ടുണ്ട്. കല്ലൂർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം ബോർഡർ എത്താനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടക്കാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടക്കുന്നതിന് കുറച്ച് മുമ്പുള്ള സ്ഥലത്ത്
അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളിലോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ എത്തുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ കാണുന്നതാണ് നമ്മുടെ കേരള കർണാടക ബോർഡർ. ഫോറസ്റ്റിനുള്ളിലായിട്ടാണ് ഈ ബോർഡർ. മുത്തങ്ങയാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്, ഇത് കർണാടകയുടെ ചെക്ക് പോസ്റ്റാണ്. ശരിക്കും പ്രത്യേകിച്ച് കൊറോണയുടെ പ്രത്യേകിച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സ്ട്രൈറ്റായിട്ട് കയറി പോവാം, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവും. ആനകളും മാനുകൾ അങ്ങനെ പല സംഭവം കാണാമെന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ പോവുക. പക്ഷേ ഈ സമയത്താണോന്നറിയില്ല, ഏകദേശം ഞങ്ങൾ ഈ പാസ് ചെയ്യുമ്പോൾ 12-1 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണോന്നറിയില്ല, കാര്യമായിട്ട് മൃഗങ്ങളെ ഒന്നും ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. ആകെ കണ്ടത് കുറച്ച് മാനുകളും അല്ലാതെ നമ്മൾ കുറച്ച് കുരങ്ങ് സംഭവങ്ങളൊക്കെ മാത്രമാണ്, അല്ലാണ്ട് വന്യമൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് ഗുണ്ടിൽപേട്ടിലേക്കുള്ള വഴി, ആ വഴിയിൽ ഉള്ള ഒരു മനോഹരമായ സ്ഥലത്ത് നിർത്തിയതാണ്. ഇവിടെ ഒരു ചെട്ടി തോട്ടം കണ്ട്, അപ്പോൾ നല്ല മനോഹരമായൊരു സ്ഥലം. തോട്ടത്തിലേക്കുള്ളൊരു വഴിയുണ്ട് അപ്പുറത്തൂടെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താണ് സ്ഥിതിന്ന്. ചോളം കൃഷിയൊക്കെ ഉണ്ട്, അവിടെ ഒരാൾ ചോളം ചെയ്യുന്നുണ്ട്. എനിക്ക് സൂര്യകാന്തി അതുപോലെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നൊരു ഏരിയ ആണ് നമ്മുടെ ഈ ഗുണ്ടിൽപേട്ട് ഏരിയ. ശരിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ തക്കാളി അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന, പിന്നെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഗുണ്ടിൽപേട്ട സ്ഥലത്തു നിന്നാണ്. ഇത് ചെറിയ തെങ്ങുകളൊക്കെ. എന്നോട് ചോളം കൃഷിയുണ്ട്. അപ്പോൾ നമുക്ക് തോട്ടത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇത് തെങ്ങുകളൊക്കെ കണ്ടോ, കുഞ്ഞു തെങ്ങുകൾ, നിറച്ച് തേങ്ങയുണ്ട്. വീടുകളാണെന്ന് തോന്നുന്നു, അവരൊക്കെ വീടാണല്ലേ, മനോഹരമായ വീടുകൾ. നമ്മളെ ഒരുപാട് പല കൃഷി ഐറ്റംസ് ഉണ്ട്. ഈ ഭാഗത്ത് വേറെ മഞ്ഞളോ എന്തോ ആണ്. അതുപോലെ പിന്നെ പശുക്കളുണ്ട്, കന്നുകാലി വളർത്തുന്നുണ്ട്. അതുപോലെ ചെട്ടി ഓരോ സീസണിൽ വരും, ആ സീസണിലത്തെ പൂക്കൾ കൃഷി ചെയ്യും.
വേറെയും കുറേ കൃഷി പാടുണ്ട്. എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാ പയറ്, ബീൻസിൻ്റെ കൃഷിയാണ് അല്ലേ? ബീൻസിൻ്റെ തോട്ടാണ്. അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാ ബീൻസുകൾ കാണാം നമുക്ക്. ഇതൊക്കെ ബീൻസിൻ്റെ തോട്ടാണ്. ഇവർ വെള്ളത്തിന് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഉണ്ടല്ലേ? നമ്മൾ കൃഷിക്ക് ഓക്കെ. അപ്പുറത്ത് ചോളം കൃഷിയുണ്ട്. നമുക്ക് ആ ചോളം കൃഷിയും കൂടി ഒന്ന് കാണാം. അവിടെ കൃഷി നടക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് കൃഷികൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് അവർ പിന്നെ നിലം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചോളം കൃഷി. ഇതാണ് അല്ലേ? അങ്ങനെയാണ് ചോളം ഉണ്ടാകുന്നത്. ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ചോളം തോട്ടാണ്. ഇതൊക്കെ തോട്ടുണ്ട്. നമ്മൾ നേരത്തെ കയറി വരുമ്പം കണ്ട് അവിടെ ഇതിൻ്റെ ആള് ചോളം ഉണക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പറിച്ചതിന് ശേഷം അവർ അവിടെ ഇട്ട് ഉണക്കുന്നതാണ്. അപ്പോൾ ഈ ഗുണ്ടിൽപേട്ട ഇതിൻ്റെ ഏരിയ പറഞ്ഞാൽ എല്ലാ തരം കൃഷികളും ചെയ്യുന്ന ഒരു ഏരിയയാണ്. എല്ലാ തരം കൃഷികളും ഇവിടെ ഉണ്ടാവാറുണ്ട്. തക്കാളി, അതുപോലെ ചോളം, ഫ്ലവേഴ്സ്, അതുപോലെ തണ്ണിമത്തൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ്. മൊത്തം തോളത്തിൻ്റെ തോട്ടങ്ങളാണ്. വിശാലമായ കൃഷി സ്ഥലങ്ങളാണ് കാണാൻ. ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഇവിടെ ആൾക്കാർ പറിക്കുന്നുണ്ട്. ചേട്ടൻ പൊട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് കാണുന്നില്ലല്ലോ. അങ്ങനെ കുറേശ്ശെ കണ്ടാൽ മതി. ആ സൈഡിലല്ലേ? പച്ചമുളകിൻ്റെ ഇതുകൊണ്ട് ഇവിടെ പച്ചമുളകിൻ്റെ കൃഷി ഉണ്ടോ? ഇവിടെ കൂടുതലും മുളകാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെട്ടികളുണ്ട്. നിങ്ങളിത് ഇപ്പോൾ കാണുന്നതാണ് എള്ള് കൃഷി. എള്ളിൻ്റെ തോട്ടാണ് ഇത്. ഇവിടുന്ന് ഈ ഒരു നില മൊത്തം എള്ളാണ്. ഇപ്പുറത്ത് മഞ്ഞൾ, പിന്നെ പച്ചമുളകുണ്ട്, ചോളമുണ്ട്, പൂവുണ്ട്. അങ്ങനെ മിക്സ്ഡായിട്ട് ഉള്ള തോട്ടങ്ങളാണ്. അല്ലേ? ചെറിയൊരു മരമാണ്, ചെറിയൊരു പപ്പായ മരം.
ഇതിലുണ്ടായത് കണ്ടോ, അടിഭാഗം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട് തോട്ടത്തിൽ നിന്ന് പോന്ന്. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിന് നല്ല സ്ഥലം കാണണം. അപ്പോൾ ടൗണിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം എന്താണ് സ്ഥിതി എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മലയാളി ഹോട്ടലാണ്. പിന്നെ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണ് കഴിക്കുന്നത്. പക്ഷെ നല്ല വിശപ്പാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.